ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഒരു കളർഫുൾ ആയിട്ടുള്ള സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1/2 ഗ്ലാസ് മസൂർ ദാൽ, അതായത് ചുമന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 പീസ് ക്യാരറ്റ്, 1 ഉള്ളിയുടെ പകുതി, പിന്നെ വഴുതിനിങ്ങ, കുറച്ച് പീസാക്കിയിട്ടുള്ള മുരിങ്ങക്കായ, പിന്നെ ബീറ്റ്റൂട്ട്, ഒരു 3-4 ബീൻസ്, 2 തക്കാളി, 1 ക്യാപ്സിക്കം, പിന്നെ കുറച്ച് വെണ്ടക്ക, 2 പച്ചമുളക്. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോയാലോ. വഴുതിനിങ്ങ, ബീറ്റ്റൂട്ട്, ക്യാപ്സിക്കം, ബീൻസ്, പിന്നെ തക്കാളി, ക്യാരറ്റ് എല്ലാം ഞാൻ പീസാക്കിയിട്ടുണ്ട്. ബീറ്റ്റൂട്ട് ഒന്നുകൂടി ചെറിയ കഷ്ണങ്ങളാക്കാം. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ആ പരിപ്പ്, മറ്റെല്ലാ കഷ്ണങ്ങളും അതിൽ ചേർക്കുന്നുണ്ട്. വെണ്ടയ്ക്കയും തക്കാളിയും ഒഴികെ മറ്റെല്ലാ സാധനങ്ങളും ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അവയൊക്കെ ഒന്ന് നമുക്ക് എന്നിട്ട് വേവിച്ചെടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർക്കുക. എല്ലാ സ്പൈസസും ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്നിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം. ആ പരിപ്പും മറ്റെല്ലാ കഷ്ണങ്ങളും ഏകദേശം ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. പിന്നെ അത് മാറ്റി വെക്കുക. പിന്നെ വേറെയൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. തണുപ്പ് കാലമായതിനാൽ വെളിച്ചെണ്ണ കട്ട കെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൽ 1 സ്പൂണ് കടുക് ചേർക്കുക. പിന്നെ ഒരു 4-5 വറ്റൽ മുളകും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക. ഇതിൻ്റെ സൈഡിലായിട്ട് പിന്നെ ഇങ്ങനെ 3 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കായം ചേർക്കുക. ഞാൻ കായത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് എല്ലാം കൂടി ഒന്ന് തക്കാളിയായിട്ട് മിക്സ് ചെയ്തിട്ട് വെണ്ടക്ക അതിലേക്ക് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടച്ചു വെക്കുക. ഇനി ഇവയെല്ലാം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ചു നേരം മൂടി വെക്കുക. മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ. കുറച്ച് മസാല കുറഞ്ഞെന്ന് തോന്നുന്നു. കുറച്ചുകൂടി മല്ലിപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൗഡറും കൂടി
മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ കറിയിലേക്ക് സാമ്പാറിലേക്ക് ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അടച്ചു വെക്കുക. അങ്ങനെ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള സാമ്പാർ റെഡി. ബീറ്റ്റൂട്ട് ഇട്ടത് കൊണ്ടാണ് ഇങ്ങനെ കളർ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.